നമ്മളെ എന്റെ വീട്ടിൽ തന്നെ പൊട്ടിച്ച നിങ്ങൾ വീടിന്റെ ഫ്രണ്ടിലാണ് പൊട്ടിച്ച നിങ്ങൾ വീടിന്റെ ഫ്രണ്ടിലാണ് പൊട്ടിച്ചത്. കൊല്ലം കടയ്ക്കലിൽ ആക്രമണത്തിൽ പരിക്കേറ്റ് പരാതി നൽകാനെത്തിയ കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് സ്റ്റേഷനിൽ കയറി ആക്രമിച്ച CPM സംഘം പോലീസുകാരെയും മർദ്ദിച്ചു. 1 മണിക്കൂർ സമയം പോലീസ് സ്റ്റേഷനിൽ തടിയും കമ്പുമായി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച CPM സംഘത്തിനെതിരെ ഒന്നും ചെയ്യാനാകാതെ പോലീസ് നോക്കി നിന്നു. കഴിഞ്ഞ ദിവസം രാത്രി 10:30 സംഭവം. നമ്മളെ എന്റെ വീട്ടിൽ തന്നെ പൊട്ടിച്ച നിങ്ങൾ വീടിന്റെ ഫ്രണ്ടിലാണ് പൊട്ടിച്ച നിങ്ങൾ വീടിന്റെ ഫ്രണ്ടിലാണ് പൊട്ടിച്ചത്. അക്രമം നടത്തിയ 5 അംഗ സംഘത്തിലെ 3 പേരെ പിന്നീട് കടയ്ക്കൽ ഇൻസ്പെക്ടർ അറസ്റ്റ് ചെയ്തു. 2 പേർ പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞു. CPM മുക്കുന്നം ബ്രാഞ്ച് സെക്രട്ടറി മുക്കുന്നം KK ഹൗസിൽ സജീർ, മങ്കാട് ക്ഷീരസംഘം ജീവനക്കാരനും CPM പ്രവർത്തകനുമായ വിമൽകുമാർ, DYFI പ്രവർത്തകൻ വിശാഖ് എന്നിവരാണ് പിടിയിലായത്. കുമ്മിൽ തുളസിമുക്ക് കലാമൻസിലിൽ MK സഫീർ, DYFI പ്രവർത്തകൻ ഇരട്ടക്കുളം അക്ഷയ് മോഹൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്യാനുള്ളത്. ആക്രമണത്തിൽ പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കുമ്മിൽ ചെറുകര പാറവിള വീട്ടിൽ ജിഷ്ണു, മങ്കാട് സച്ചിൻ നിവാസിൽ സച്ചിൻ, ചെറുകര അനൂപ് നിവാസിൽ അനൂപ്, കടയ്ക്കൽ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് ASI സിവിൽ പോലീസ് ഓഫീസർ ബിൻസി എന്നിവരെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജിഷ്ണുവിന് തലയ്ക്കും പോലീസുകാർക്ക് കൈക്കുമാണ് അടിയേറ്റത്. സംഭവം ഇന്നലെ നമ്മള് കുമ്പളത്തെ പ്രേമേന്ദ്രന്റെ ജയിച്ചതിന്റെ ഭാഗമായിട്ട് കുമ്പള് വിദ്യാഭ്യാസം നേരിട്ട് തിരിച്ചു വരികയായിരുന്നു. തിരിച്ചു വന്ന് എന്റെ വീടിന്റെ ഇവിടെ വെച്ച് ഒരു പടക്ക് പൊട്ടിച്ചായിരുന്നു. പടക്ക് പൊട്ടിച്ചിട്ട് 7 മണി സമയത്താണ് പടക്ക് പൊട്ടിച്ചത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോയി മുക്കുന്നത്ത് അത് കഴിഞ്ഞുള്ള ആഘോഷം കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് വന്നപ്പോൾ എന്നെ റോഡിൽ തടഞ്ഞു നിർത്തി. എന്നെ എന്റെ അമ്മയ്ക്ക് ചെറിയ വിളിച്ചിട്ട് അവിടെ കൊണ്ടൊക്കെ പടക്ക് പൊട്ടിച്ചൂടെ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഞാൻ എന്റെ വീടിന്റെ അങ്ങോട്ട് പോകണ വഴിയിലൂടെയാണ് പടക്ക് പൊട്ടിച്ചത്. നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലെന്നല്ല പടക്ക് പൊട്ടിച്ചെന്ന് പറഞ്ഞ് നിർത്തി എന്റെ വണ്ടി ചാവിയും കൊണ്ടിട്ട് എന്നെ ചവിട്ടി താഴെ ഇട്ടാണെന്നുണ്ടെങ്കിൽ എന്നെ പുറത്ത് നെഞ്ചത്തെ കയറി ഇടിച്ചപ്പോഴത്തേക്കും ഞാൻ തടഞ്ഞപ്പോഴത്തേക്കും ഒരു കത്തി കണക്കത്തെ സാധനം ഉണ്ടായിരുന്നു. അത് വെച്ച് വെട്ടാനായിട്ട് വന്നപ്പോൾ ഞാൻ പിടിച്ച് കയ്യിൽ കയറി പിടിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ തിരിച്ച് എന്റെ ഇവിടെ വെച്ച് ഇടിച്ച് ഇവിടെ വെച്ച് ഇടിച്ചപ്പോഴത്തേക്കും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പിന്നെ ഇങ്ങനെ തള്ളിയിട്ട് ഓടാണ് കയറി. ഓടി മുക്കുന്നത്ത് ഒന്ന് എല്ലാവരും ഷാനവാസൊക്കെ അനുവണ്ണ സച്ചി എല്ലാവരും അവിടെ നിന്നപ്പോഴത്തേക്കും എന്റെ കൂട്ടുകാരെല്ലാം അവരോട് പറഞ്ഞ് നേരെ കടയ്ക്ക് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചിട്ട് നേരെ സ്റ്റേഷനിൽ വന്ന് പോലീസുമായിട്ട് പരാതി എഴുതി തിരിച്ച് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു സംഘം ടീമുകളായിട്ട് സ്റ്റേഷനിൽ വന്ന് ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുകയാണ് ചെയ്തത്. ആക്രമണം വെച്ചാൽ എന്നെ അടിച്ച് എന്റെ കൂട്ടുകാരെ അടിച്ച് അത് മറ്റേ സ്റ്റമ്പ്, മറ്റേ പട്ടിയല്ല്, മറ്റേ ഇരുമ്പ് കമ്പി കണക്കെ സാധനങ്ങളെ കൊണ്ടാണ് വന്നത്. ജിഷ്ണുവിനെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ചപ്പോഴാണ് സച്ചിൻ, അനൂപ് എന്നിവർക്ക് മർദ്ദനമേറ്റത്. പോലീസ് സ്റ്റേഷനിൽ നിന്നും മൊഴി നൽകി പുറത്തിറങ്ങുമ്പോഴാണ് ഈ 5 അംഗ സംഘം, അതായത് സജീർ മുക്കുന്നം, സഫീർ കുമ്മിള്, പിന്നെ വിമൽ കുമാർ, വിശാഖ് എന്ന് പറയുന്ന മങ്കാട് ക്ഷീരസംഘത്തിൽ വർക്ക് ചെയ്യുന്ന വിശാഖ് എന്ന് പറയുന്ന ഒരു വ്യക്തി, പിന്നെ മറ്റൊരാളും കൂടെ ഉണ്ടായിരുന്നു. ഇവർ 5 അംഗ സംഘം മാരകായുധങ്ങൾ, അതായത് ക്രിക്കറ്റ് സ്റ്റമ്പ്, പിന്നെ പട്ടിയൽ കഷ്ണം, ഇരുമ്പ് വടി ഒക്കെ ഇവരെ ഉണ്ടായിരുന്നു. അവരതുമായിട്ട് സ്റ്റേഷനിലേക്ക് ഇരച്ചു കയറി ഞങ്ങളൊക്കെ നീയൊക്കെ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുകയല്ലടാ എന്ന് ആക്രോശിച്ചുകൊണ്ടാണ് കയറി വന്നത്. തെറിവിളിയായിട്ട് കയറി വന്ന് ഞങ്ങളെ മർദ്ദിക്കുകയായിരുന്നു. പിന്നെ അവിടെ സ്റ്റേഷനിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചു. CPM പ്രവർത്തകരെ മുഴുവൻ അറസ്റ്റ് ചെയ്യണമെന്ന് NK പ്രേമചന്ദ്രൻ MP ആവശ്യപ്പെട്ടു. ഭാരത് വിഷൻ, കടയ്ക്കൽ.